ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. നടക്കാൻ പോകാറുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക. ഡു യു ഗോ ഫോർ എ വാക്ക്? നീ നടക്കാൻ പോകാറുണ്ടോ? ഡു യു ഗോ ഫോർ എ വാക്ക്? നീ നടക്കാൻ പോകാറുണ്ടോ? നമ്മളൊക്കെ രാവിലെ എക്സസൈസ് ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ അതിനാണ് നീ നടക്കാൻ പോകാറുണ്ടോ. ഡു യു ഗോ ഫോർ എ വാക്ക്? നീ നടക്കാൻ പോകാറുണ്ടോ? ഡു യു ഗോ ഫോർ എ വാക്ക്? നീ നടക്കാൻ പോകാറുണ്ടോ? യെസ് ഐ ഗോ ഫോർ എ വാക്ക്? ഞാൻ നടക്കാൻ പോകാറുണ്ട്. യെസ് ഐ ഗോ ഫോർ എ വാക്ക്? ഞാൻ നടക്കാൻ പോകാറുണ്ട്. യെസ് ഐ ഗോ ഫോർ എ വാക്ക്? ഞാൻ നടക്കാൻ പോകാറുണ്ട്. വ്യായാമം ചെയ്യാറുണ്ടോ? ഡു യു ഡു എക്സസൈസ് ഡെയിലി? നീ ദിവസവും വ്യായാമം ചെയ്യാറുണ്ടോ? ഡു യു ഡു എക്സസൈസ് ഡെയിലി? നീ ദിവസവും വ്യായാമം ചെയ്യാറുണ്ടോ? ഡു യു ഡു എക്സസൈസ് ഡെയിലി? നീ ദിവസവും വ്യായാമം ചെയ്യാറുണ്ടോ? ഡു യു ഡു എക്സസൈസ് ഡെയിലി? നീ ദിവസവും വ്യായാമം ചെയ്യാറുണ്ടോ? ഇന്നലെ അമ്പലത്തിൽ പോയിരുന്നു എന്നിങ്ങനെ ചോദിക്കുക. ഡിഡ് യു ഗോ ടു ദ ടെമ്പിൾ യെസ്റ്റർഡേ? നീ ഇന്നലെ അമ്പലത്തിൽ പോയിരുന്നു. ഡിഡ് യു ഗോ ടു ദ ടെമ്പിൾ യെസ്റ്റർഡേ? നീ ഇന്നലെ അമ്പലത്തിൽ പോയിരുന്നു. ഡിഡ് യു ഗോ ടു ദ ടെമ്പിൾ യെസ്റ്റർഡേ? നീ ഇന്നലെ അമ്പലത്തിൽ പോയിരുന്നു. എന്നിങ്ങനെ ചേർക്കുക. വെർ യു ദർ യെസ്റ്റർഡേ? നീ ഇന്നലെ അവിടെ വന്നിരുന്നു. 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 കഴിച്ചോ എന്നിങ്ങനെ ചോദിക്കുക. ഡിഡ് യു ഈറ്റ് സ്റ്റൂ? നീ പായസം കഴിച്ചോ? ഡിഡ് യു ഈറ്റ് സ്റ്റൂ? നീ പായസം കഴിച്ചോ? ഡിഡ് യു ഈറ്റ് സ്റ്റൂ? നീ പായസം കഴിച്ചോ? എന്നിങ്ങനെ ചോദിക്കുക. ഡിഡ് യു പിക്ക് ഫ്ലവേഴ്സ്? നീ പൂക്കൾ പറിച്ചോ? 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 വരണമെന്നിങ്ങനെ പറയാം. യു ഷുഡ് കം എനിവേ? നീ എന്തായാലും വരണം. 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 ഉണ്ടാക്കിയോ എന്നിങ്ങനെ ചോദിക്കുക. ഡിഡ് യു മേക്ക് ടീ? നീ ചായ ഉണ്ടാക്കിയോ? ഡിഡ് യു മേക്ക് ടീ? നീ ചായ ഉണ്ടാക്കിയോ? ഡിഡ് യു മേക്ക് ടീ? നീ ചായ ഉണ്ടാക്കിയോ? ഇല്ലേ എന്നിങ്ങനെ ചോദിക്കാം. ആർ യു ഗോയിങ് ടു സ്കൂൾ? നീ സ്കൂളിൽ പോകുന്നില്ലേ? 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 എങ്ങനെ ചോദിക്കുക. ഡിഡ് യു സ്പെൻഡ് ദാറ്റ് ക്യാഷ്? നീ ആ ക്യാഷ് ചെലവഴിച്ചോ? ഡിഡ് യു സ്പെൻഡ് ദാറ്റ് ക്യാഷ്? നീ ആ ക്യാഷ് ചെലവഴിച്ചോ? ഡിഡ് യു സ്പെൻഡ് ദാറ്റ് ക്യാഷ്? നീ ആ ക്യാഷ് ചെലവഴിച്ചോ? ഡിഡ് യു സ്പെൻഡ് ദാറ്റ് ക്യാഷ്? നീ ആ ക്യാഷ് ചെലവഴിച്ചോ? പറയാം. നോ ഐ ഡിഡ് നോട്ട് സ്പെൻഡ് ദാറ്റ് ക്യാഷ്? ഇല്ല, ഞാൻ ചെലവഴിച്ചിട്ടില്ല. നോ ഐ ഡിഡ് നോട്ട് സ്പെൻഡ് ദാറ്റ് ക്യാഷ്? ഇല്ല, ഞാൻ ആ ക്യാഷ് ചെലവഴിച്ചില്ല. നോ ഐ ഡിഡ് നോട്ട് സ്പെൻഡ് ദാറ്റ് ക്യാഷ്? ഇല്ല, ഞാൻ ആ ക്യാഷ് ചെലവഴിച്ചില്ല. ചെയ്യണം എന്നിങ്ങനെ പറയാം. യു ഷുഡ് ഡു ഇറ്റ്
എനിവേ എന്തായാലും നീ അത് ചെയ്യണം. യു ഷുഡ് ഡു ഇറ്റ് എനിവേ എന്തായാലും നീ അത് ചെയ്യണം. യു ഷുഡ് ഡു ഇറ്റ് എനിവേ എന്തായാലും നീ അത് ചെയ്യണം. യു ഷുഡ് ഡു ഇറ്റ് എനിവേ എന്തായാലും നീ അത് ചെയ്യണം. ചെയ്യാമെന്നിങ്ങനെ പറയാം. ഐ വിൽ ഡു വൺ തിങ് ഞാനൊരു കാര്യം ചെയ്യാം. 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 അത് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നിങ്ങനെ പറയാം. ഐ ക്യാൻ ഓൺലി ഡു ദാറ്റ് എനിക്കത് മാത്രം ചെയ്യാൻ കഴിയുള്ളൂ. ഐ ക്യാൻ ഓൺലി ഡു ദാറ്റ് എനിക്കത് മാത്രം ചെയ്യാൻ കഴിയൂ. ഐ ക്യാൻ ഓൺലി ഡു ദാറ്റ് എനിക്കത് മാത്രം ചെയ്യാൻ കഴിയൂ. ഐ ക്യാൻ ഓൺലി ഡു ദാറ്റ് എനിക്കത് മാത്രം ചെയ്യാൻ കഴിയൂ. എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല എന്ന് പറയില്ലേ നമ്മൾ, അതെങ്ങനെ പറയാം? നോ ഐഡിയ ഹൗ ടു ഡു ഇറ്റ് എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ല. നോ ഐഡിയ ഹൗ ടു ഡു ഇറ്റ് എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ല. നോ ഐഡിയ ഹൗ ടു ഡു ഇറ്റ് എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ല. നോ ഐഡിയ ഹൗ ടു ഡു ഇറ്റ് എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ല. ചോദിക്കാം, ഹൂ ഈസ് ഇറ്റ് ഫോർ ഇത് ആർക്കാണ്? 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 ഹൂ എന്ന് പറഞ്ഞാൽ ആര്? പറയാം, ദിസ് ഈസ് ഫോർ മീ ഇത് എനിക്കാണ്. 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 ആർക്കുമില്ല എന്നിങ്ങനെ പറയാം. നോബഡി ഹാസ് ദിസ് ഇത് ആർക്കുമില്ല. 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 ാണ് എന്നിങ്ങനെ പറയാം. ദിസ് ഈസ് എ മൈൻഡ് സെറ്റ് ഇതൊരു ചിന്താഗതിയാണ്. 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 അങ്ങനെയാണ് എന്നിങ്ങനെ പറയാം. സം പീപ്പിൾസ് ആർ ലൈക്ക് ദാറ്റ് ചിലർ അങ്ങനെയാണ്. സം പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ് ചിലർ അങ്ങനെയാണ്. സം പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ് ചിലർ അങ്ങനെയാണ്. സം പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ് ചിലർ അങ്ങനെയാണ്. എന്നിങ്ങനെ പറയാം. സം പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ് ചിലർ അങ്ങനെയാണ്. 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 എപ്പോഴാണ് അറിയുന്നത്? ഐ ഓൺലി ഫൗണ്ട് ഔട്ട് വെൻ ഐ ഗോട്ട് ഹോം നാട്ടിൽ എത്തിയപ്പോഴാണ് അറിയുന്നത്. ഐ ഓൺലി ഫൗണ്ട് ഔട്ട് വെൻ ഐ ഗോട്ട് ഹോം നാട്ടിൽ എത്തിയപ്പോഴാണ് അറിയുന്നത്. ഐ ഓൺലി ഫൗണ്ട് ഔട്ട് വെൻ ഐ ഗോട്ട് ഹോം നാട്ടിൽ എത്തിയപ്പോഴാണ് അറിയുന്നത്. ഐ ഓൺലി ഫൗണ്ട് ഔട്ട് വെൻ ഐ ഗോട്ട് ഹോം നാട്ടിൽ എത്തിയപ്പോഴാണ് അറിയുന്നത്.